ടു ചക്രപാണി ക്ലാസ്സസ് 2.0 ഇന്ന് നടന്ന CPU എക്സാമിന്റെ ക്വസ്റ്റ്യനും ആൻസറാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. ഇന്നത്തെ പരീക്ഷ പൊതുവെ എളുപ്പമുള്ളതായിരുന്നു. നമ്മുടെ ഇവിടെ തന്നെ ഇംഗ്ലീഷിനും മലയാളത്തിനും മുഴുവൻ മാർക്ക് കിട്ടിയ കുട്ടികളും ഉണ്ട്. അപ്പോൾ GK വെച്ച് നോക്കുമ്പോഴും സ്പെഷ്യൽ ടോപ്പിക് ആണെങ്കിലും അത്യാവശ്യം എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു ഇന്നത്തേത്. ഇന്നത്തെ ചോദ്യ പേപ്പറിന്റെ കോഡ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ കോഡ് 66/2024 ആണ്. കോഡ് B ആണ് വായിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം നോക്കാം. താഴെ കൊടുത്തിരിക്കുന്ന വിവരണങ്ങളിൽ നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ഇന്ത്യയിൽ ആരംഭിച്ച ദേശീയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഉൾപ്പെടാത്തവ ഏവ? 4 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. 1 ബംഗാൾ ദേശീയ സർവകലാശാല, 2 ജാമിയ മിലിയ ഡൽഹി, 3 ഡൽഹി സർവകലാശാല, 4 ശാന്തിനികേതൻ. ഉത്തരം ഓപ്ഷൻ ഡി 3ഉം 4ഉം. മൂന്നാമത്തെയും നാലാമത്തെയും വിദ്യാഭ്യാസ സ്ഥാപനമാണ് നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ ആരംഭിക്കാത്തത്. ആ മൂന്നാമത്തേത് ഡൽഹി സർവകലാശാലയും നാലാമത്തേത് ശാന്തിനികേതനുമാണ്. രണ്ടാമത്തെ ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്ന വിവരണങ്ങളിൽ തമിഴ് സംഘ കാലഘട്ടത്തിലെ രാജവംശങ്ങളിൽ ഉൾപ്പെടാത്തവ ഏവ? 4 ഓപ്ഷൻ ഉണ്ട്. 1 ചേര രാജവംശം, 2 മൂഷക രാജവംശം, 3 ആയി രാജവംശം, 4 ചോള രാജവംശം. ഇതിൽ ഉൾപ്പെടാത്തത് ഉത്തരം ഓപ്ഷൻ സി 2ഉം 3ഉം. മൂഷക രാജവംശവും ആയി രാജവംശവുമാണ് തമിഴ് സംഘകാലഘട്ടത്തിലെ രാജവംശങ്ങളിൽ ഉൾപ്പെടാത്തത്. മൂന്നാമത്തെ ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ റഷ്യൻ വിപ്ലവത്തിൽ ഉൾപ്പെടാതിരുന്ന പ്രസ്ഥാനങ്ങൾ ഏവ? താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ റഷ്യൻ വിപ്ലവത്തിൽ ഉൾപ്പെടാതിരുന്ന പ്രസ്ഥാനങ്ങൾ ഏവ? ഓപ്ഷൻ ഇതൊക്കെയാണ്. 1 കുമിന്താങ് പാർട്ടി, 2 ബോൾഷെവിക് പാർട്ടി, 3 ഫലാങ് പാർട്ടി, 4 മെൻഷെവിക് പാർട്ടി. ഇതിൽ റഷ്യൻ വിപ്ലവവുമായി ബന്ധമില്ലാത്ത പ്രസ്ഥാനങ്ങൾ ഉത്തരം ഓപ്ഷൻ എ 1ഉം 3ഉം. ഒന്നാമത്തേത് കുമിന്താങ് പാർട്ടി, മൂന്നാമത്തേത് ഫലാങ് പാർട്ടി. ഇവയാണ് റഷ്യൻ വിപ്ലവവുമായി ബന്ധമില്ലാത്തത്. അപ്പോൾ ഉത്തരം ഓപ്ഷൻ എ 3A. നാലാമത്തെ ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ സൗരയൂഥത്തിൽ ആദ്യത്തെ 2 ഗ്രഹങ്ങളിൽ ഉൾപ്പെടുന്നവ ഏവ? താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ സൗരയൂഥത്തിൽ ആദ്യത്തെ 2 ഗ്രഹങ്ങളിൽ ഉൾപ്പെടുന്നവ ഏവ? ഓപ്ഷൻ ഇതൊക്കെയാണ്. 1 ബുധൻ, 2 ചൊവ്വ, 3 ശനി, 4 ശുക്രൻ. ഉത്തരം ഓപ്ഷൻ ഡി 1ഉം 4ഉം. ബുധനും ശുക്രനുമാണ് ആദ്യത്തെ സൗരയൂഥത്തിലെ ആദ്യത്തെ 2 ഗ്രഹങ്ങളിൽ ഉൾപ്പെടുന്നവ. അടുത്ത 5ാമത്തെ ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ബ്രിട്ടീഷ് ഇന്ത്യയിൽ നടപ്പിലാക്കിയ സൈനിക സഹായ വ്യവസ്ഥയെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവന ഏവ? ഒന്നാമത്തെ പ്രസ്താവന സൈനിക സഹായ വ്യവസ്ഥ നാട്ടുരാജാക്കന്മാർക്ക് പരിപൂർണ അധികാരം നൽകി. രണ്ടാമത്തെ പ്രസ്താവന സൈനിക സഹായ വ്യവസ്ഥയിൽ ചേരുന്ന നാട്ടുരാജാവ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഒരു സ്ഥിരം സൈന്യത്തെ നിലനിർത്തണം. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് സൈനിക സഹായ വ്യവസ്ഥയിൽ ചേരുന്ന നാട്ടുരാജാവിന് മറ്റ് വിദേശ രാജ്യങ്ങളുമായി ബന്ധം സ്ഥാപിക്കാവുന്നതാണ്. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് സൈനിക സഹായ വ്യവസ്ഥയിൽ ചേരുന്ന നാട്ടുരാജ്യം ഒരു ബ്രിട്ടീഷ് റെസിഡന്റിനെ തലസ്ഥാനത്ത് നിലനിർത്തണം. ഇതിൽ സൈനിക സഹായ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏവ? ഉത്തരം ഓപ്ഷൻ ബി ഓൺലി 2 and 4. 2ഉം 4ഉം പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്. രണ്ടാമത്തെ പ്രസ്താവന എങ്ങനെയാണ്? സൈനിക സഹായ വ്യവസ്ഥയിൽ ചേരുന്ന നാട്ടുരാജാവ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഒരു സ്ഥിരം സൈന്യത്തെ നിലനിർത്തണം. ശരിയാണ്. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ്. സൈനിക സഹായ വ്യവസ്ഥയിൽ ചേരുന്ന നാട്ടുരാജ്യം ഒരു ബ്രിട്ടീഷ് റെസിഡന്റിനെ തലസ്ഥാനത്ത് നിലനിർത്തണം. അതും ശരിയാണ്. അപ്പൊ 2ഉം 4ഉം പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്. 6ാമത്തെ ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ 2ാം ലോക മഹായുദ്ധത്തിൽ സഖ്യത്തിൽ ഉൾപ്പെടാത്തവ ഏവ? ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തേത് ജപ്പാൻ, 2 ഇംഗ്ലണ്ട്, 3 ജർമ്മനി, 4 ഫ്രാൻസ്. ഇതിൽ സഖ്യത്തിൽ ഉൾപ്പെടാത്തവ ഏവ? ഉത്തരം ഓപ്ഷൻ സി 1ഉം 3ഉം. 1 ജപ്പാൻ, 3 ജർമ്മനി. 7ാമത്തെ ചോദ്യം. കാരക്കോറം, സസ്കർ, പീർപഞ്ചൽ എന്നീ പർവ്വതനിരകൾ ഉൾപ്പെടുന്ന ഹിമാലയം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ കാശ്മീർ ഹിമാലയം. 8ാമത്തെ ചോദ്യം. അറബിക്ക, റോബസ്റ്റ, ലിബറിക്ക എന്നീ 3 ഇനം ഏതുമായിട്ടാണ് ബന്ധപ്പെട്ടത്? ഉത്തരം ഓപ്ഷൻ സി കാപ്പി. 9ാമത്തെ ചോദ്യം. ചാലിയാർ നദി ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? ഉത്തരം ഓപ്ഷൻ ഡി ഇളമ്പാരി മല. 10ാമത്തെ ചോദ്യം. ചന്ദ്രനിലെ ശിവശക്തി പോയിന്റ് ഏത് 2 ഗർത്തത്തിനിടയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ഓപ്ഷൻ ബി മാൻസിനസ് സി, സിംബലിയസ് എൻ. 11ാമത്തെ ചോദ്യം. അഗ്നിപർവ്വതങ്ങളിലൂടെ ബഹിർഗമിക്കുന്ന ശിലാദ്രവത്തിന്റെ പ്രഭവ മണ്ഡലമാണ്? ഉത്തരം ഓപ്ഷൻ സി അസ്തനോസ്ഫിയർ. 12ാമത്തെ ചോദ്യം. താഴെ നൽകിയിട്ടുള്ളതിൽ മിസോസ്ഫിയറിന്റെ സവിശേഷതകൾ ഏതൊക്കെ? ഈ ചോദ്യത്തിന് ഉത്തരമില്ല, എന്നാലും സ്റ്റേറ്റ്മെന്റുകളൊന്ന് വായിക്കാം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്
വൈദ്യുതി ചാർജുള്ള അയോൺ കണികകളുടെ സാന്നിധ്യമുള്ള പാളിയാണിത്. തെറ്റാണ്. മിസോസ്ഫിയറിനെ സംബന്ധിച്ച് തെറ്റാണ്. രണ്ടാമത്തേത്, സൂര്യനിൽ നിന്ന് പ്രസരിക്കുന്ന ഏറ്റവും അപകടകാരിയായ അൾട്രാവയലറ്റ് രശ്മികളെ ആഗിരണം ചെയ്ത് ഭൂമിയുടെ ഒരു രക്ഷാകവചമായി വർത്തിക്കുന്നത് ഓസോൺ പാളിയാണ്. അതിവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. അതും എന്താണ്? തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. മൂന്നാമത്തേത്, ഭൂമിയിലെ എല്ലാ തരത്തിലുമുള്ള ജൈവ പ്രവർത്തനങ്ങളും നടക്കുന്നത് ഈ പാളിയിലാണ്. അതും തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. 4, ഭൂമിയിൽ നിന്നും അയക്കുന്ന റേഡിയോ തരംഗങ്ങളെ പ്രതിഫലിപ്പിച്ച് ഭൂമിയിലേക്ക് തന്നെ തിരിച്ചയക്കുന്നത് ഈ പാളിയാണ്. അതും തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ മിസോസ്ഫിയറിനെ സംബന്ധിച്ച ശരിയായ സ്റ്റേറ്റ്മെന്റ് ഏതെന്നാണ് ചോദ്യം. അപ്പോൾ ഉത്തരത്തിൽ എന്താണ്? ഉത്തരം വരുന്നില്ല. എന്താണ് ക്വസ്റ്റ്യന്? എന്തില്ല? ഉത്തരം ഇല്ല. അടുത്തത് 13ാമത്തെ ചോദ്യം. ഗ്രാമവികസനത്തിന് ഗ്രാമീണ വായ്പ നൽകുന്ന പ്രധാനപ്പെട്ട ധനകാര്യ സ്ഥാപനം. ഉത്തരം ഓപ്ഷൻ ഡി, നബാർഡ്. 14ാമത്തെ ചോദ്യം. സാധനങ്ങളുടെ വില തുടർച്ചയായി വർദ്ധിക്കുന്ന പ്രതിഭാസത്തിന് പറയുന്ന പേരെന്താണ്? ഉത്തരം ഓപ്ഷൻ സി, പണപ്പെരുപ്പം. 15ാമത്തെ ചോദ്യം. സാമ്പത്തിക വളർച്ച അളക്കുന്ന പ്രധാന അളവുകോൽ ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. 16ാമത്തെ ചോദ്യം. 2024-25 യൂണിയൻ ബഡ്ജറ്റ് പാർലമെന്റിൽ അവതരിപ്പിച്ചത് ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി, നിർമ്മല സീതാരാമൻ. 17ാമത്തെ ചോദ്യം. പ്ലാനിംഗ് കമ്മീഷന്റെ പുതിയ പേര് എന്താണ്? ഉത്തരം ഓപ്ഷൻ ഡി, നീതി ആയോഗ്. 18ാമത്തെ ചോദ്യം. ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്? ഉത്തരം ഓപ്ഷൻ ഡി, MS സ്വാമിനാഥൻ. 19ാമത്തെ ചോദ്യം. താഴെ പറയുന്ന പേരുകളിൽ സ്വതന്ത്ര ലേബർ പാർട്ടി രൂപീകരിച്ചത് ആരെന്ന് കണ്ടെത്തുക? ഉത്തരം ഓപ്ഷൻ സി, ഡോക്ടർ BR അംബേദ്കർ. 20ാമത്തെ ചോദ്യം. ഇന്ത്യൻ ഭരണഘടനയിൽ ഏത് ഭാഗത്താണ് പഞ്ചായത്തി രാജ് സംവിധാനങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ സി, നിർദ്ദേശക തത്വങ്ങളിൽ. 21ാമത്തെ ചോദ്യം. ചേരുംപടി ചേർക്കുക. ചേരുംപടി ചേർക്കുക. എ കോളം ബി കോളം ആണ് തന്നിട്ടുള്ളത്. ആദ്യം എ കോളം വായിക്കാം. 1, എ എന്ന് പറയുന്നത് അടിയന്തരാവസ്ഥ. തൊട്ട് താഴെ ബി, ഭരണഘടനാ ഭേദഗതി. സി, ഉപരാഷ്ട്രപതിയുടെ ചുമതലകൾ. ഡി, അവശിഷ്ട അധികാരങ്ങൾ. അടുത്ത കോളത്തിൽ ഇവ കടമെടുത്തത് ഏത് രാജ്യത്ത് നിന്നാണ്? 1, സൗത്ത് ആഫ്രിക്ക. 2, ജർമ്മനി. 3, കാനഡ. 4, അമേരിക്ക. അപ്പോൾ ഇതിൽ ശരിയായിട്ട് ചേരുംപടി ചേർക്കുമ്പോൾ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 2, 1, 4, 3. അതായത് അടിയന്തരാവസ്ഥ കടമെടുത്തത് ജർമ്മനിയിൽ നിന്നാണ്. ഭരണഘടനാ ഭേദഗതി കടമെടുത്തത് സൗത്ത് ആഫ്രിക്കയിൽ നിന്നാണ്. ഉപരാഷ്ട്രപതിയുടെ ചുമതലകൾ കടമെടുത്തത് അമേരിക്കയിൽ നിന്നാണ്. അവശിഷ്ട അധികാരങ്ങൾ കടമെടുത്തത് കാനഡയിൽ നിന്നാണ്. ഉത്തരം ഓപ്ഷൻ ഡി. 22ാമത്തെ ചോദ്യം. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന കമ്മീഷൻ ഏതെന്ന് കണ്ടെത്തുക? ഉത്തരം ഓപ്ഷൻ ബി, സർക്കാരിയ കമ്മീഷൻ. 23ാമത്തെ ചോദ്യം. ബുദ്ധിസ്ഥിരതയുള്ള പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഈ ആശയം സാങ്കല്പികമാണെന്ന് തോന്നാം. എന്നാൽ ഈ ആദർശത്തിന് മാത്രമേ ആത്മാവിന്റെ വിശപ്പടക്കാൻ കഴിയൂ. ഇത് ആരുടെ വാക്കുകളാണ്? ഉത്തരം ഓപ്ഷൻ സി, സുഭാഷ് ചന്ദ്രബോസ്. 24ാമത്തെ ചോദ്യം. ചുവടെ കൊടുത്തിരിക്കുന്ന ഗ്രന്ഥങ്ങളുടെ രചയിതാവ് ആരെന്ന് കണ്ടെത്തുക? 4 പുസ്തകം തന്നിട്ടുണ്ട്. അവയുടെ രചയിതാക്കൾ അടുത്ത കോളത്തിൽ തന്നിട്ടുണ്ട്. ചേരുംപടി ചേർക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. 1ാമത്തെ പുസ്തകം ഭയത്തിൽ നിന്നുള്ള മോചനം, ഫ്രീഡം ഫ്രം ഫിയർ. 2ാമത്തെ പുസ്തകം സ്വാതന്ത്ര്യത്തിലേക്കുള്ള ദീർഘയാത്ര, ലോങ് ബാക്ക് ടു ഫ്രീഡം. 3ാമത്തേത് സ്വാതന്ത്ര്യത്തിന്റെ 2 മാനങ്ങൾ, 2 കൺസെപ്റ്റ്സ് ഓഫ് ലിബർട്ടി. 4ാമത്തേത് സ്വാതന്ത്ര്യത്തിലേക്ക്, ഓൺ ലിബർട്ടി. ഇനി അടുത്ത 2ാമത്തെ കോളത്തിൽ അത് എഴുതിയ വ്യക്തികളാണ് തന്നിരിക്കുന്നത്. 1, നെൽസൺ മണ്ടേല. 2, ആങ് സാൻ സൂക്കി. 3, JS മിൽ. 4, ഇസയ ബെർലിൻ. അപ്പോൾ ഇത് ശരിയായിട്ട് ചേരുംപടി ചേർക്കുമ്പോൾ ഉത്തരം ഓപ്ഷൻ എ ആണ് വരുന്നത്. 2, 1, 4, 3. അതായത് ഭയത്തിൽ നിന്നുള്ള മോചനം എന്ന പുസ്തകം എഴുതിയത് ആങ് സാൻ സൂക്കിയാണ്. സ്വാതന്ത്ര്യത്തിലേക്കുള്ള ദീർഘയാത്ര എന്ന പുസ്തകം എഴുതിയത് നെൽസൺ മണ്ടേലയാണ്. സ്വാതന്ത്ര്യത്തിന്റെ 2 മാനങ്ങൾ എന്ന പുസ്തകം എഴുതിയത് ഇസയ ബെർലിൻ ആണ്. സ്വാതന്ത്ര്യത്തിലേക്ക് എന്ന പുസ്തകം എഴുതിയത് JS മില്ലാണ്. അടുത്ത 25ാമത്തെ ചോദ്യം. നാരീശക്തി വന്ദൻ അധിനിയം ബില്ല് ലോകസഭ പാസാക്കിയത് എന്ന്? ഉത്തരം ഓപ്ഷൻ സി, 2023 സെപ്റ്റംബർ 20. 26ാമത്തെ ചോദ്യം. കേരളത്തിലെ നാടൻ കളികളുടെ പ്രചാരണത്തിന് കായിക വകുപ്പ് ആരംഭിച്ച പദ്ധതി? ഉത്തരം ഓപ്ഷൻ ഡി, കളിത്തട്ട്. 27ാമത്തെ ചോദ്യം. കറുത്ത പട്ടേരി എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവ് ആര്? ഉത്തരം ഓപ്ഷൻ എ, VT ഭട്ടതിരിപ്പാട്. 28ാമത്തെ ചോദ്യം. എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് വേണ്ടി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നടത്തുന്ന പ്രതിമാസ ധനസഹായ പദ്ധതി? ഉത്തരം ഓപ്ഷൻ ഡി, സ്നേഹസാന്ത്വനം. 29ാമത്തെ ചോദ്യം. ചേരുംപടി ചേർക്കാനാണ്. പ്രസ്ഥാനങ്ങളും സ്ഥാപകരുമാണ് തന്നിട്ടുള്ളത്. പ്രസ്ഥാനങ്ങൾ ഇതൊക്കെയാണ്: സമത്വ സമാജം, ആത്മവിദ്യാ സംഘം, അരയ സമാജം,
പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. ഇനി ബി കോളത്തിൽ തന്നിട്ടുള്ളത് സ്ഥാപകരാണ് വാഗ്ഭടാനന്ദൻ, വൈകുണ്ഠസ്വാമികൾ, കുമാരഗുരുദേവൻ, പണ്ഡിറ്റ് KP കറുപ്പൻ. അപ്പൊ ഇതിൽ ശരിയായിട്ട് ചേരുമ്പോഴേ ചേർക്കാൻ ഉത്തരം വരുന്നില്ല. ആ ചോദ്യത്തിന് ഉത്തരമില്ല. അതിൽ സമത്വ സമാജം വരുമ്പോൾ വൈകുണ്ഠസ്വാമികൾ, ആത്മവിദ്യാസംഘം വാഗ്ഭടാനന്ദൻ, അരേ സമാജം പണ്ഡിറ്റ് KP കറുപ്പൻ, പ്രത്യക്ഷ രക്ഷാ ദൈവസഭ കുമാരഗുരുദേവൻ. പക്ഷേ ഇതിൽ ഓപ്ഷൻ ശരിയായിട്ട് വരുന്നില്ല. അപ്പോൾ എന്താണ്, ആ ക്വസ്റ്റ്യന് ഉത്തരം ഇല്ല. 30ാമത്തെ ചോദ്യം, താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയോ തെറ്റോ എന്ന് പരിശോധിക്കുക. പ്രസ്താവനകൾ ഇതൊക്കെയാണ്. ഓപ്ഷൻ എ, ലോകസഭയുടെയും രാജ്യസഭയുടെയും ഔദ്യോഗിക കാലാവധി 5 വർഷത്തിൽ നിന്ന് 6 വർഷമാക്കിയത് 42ാം ഭേദഗതിയിലൂടെയാണ്. ഓപ്ഷൻ ബി, സംസ്ഥാന ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന 5 വിഷയങ്ങൾ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത് 42ാം ഭേദഗതിയിലൂടെയാണ്. ഓപ്ഷൻ സി, മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും സ്വത്തവകാശം നീക്കം ചെയ്തത് 44ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. ഓപ്ഷൻ ഡി, 42ാം ഭേദഗതി സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീമതി ഇന്ദിരാഗാന്ധിയും രാഷ്ട്രപതി ശ്രീ നീലം സഞ്ജീവ റെഡ്ഡിയുമായിരുന്നു. ഈ പ്രസ്താവനകൾ ശരിയോ തെറ്റോ എന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ ബി, ബിയും സിയുമാണ് ശരിയായിട്ടുള്ളത്. അതായത് ബി പ്രസ്താവന എങ്ങനെയാണ്, സംസ്ഥാന ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന 5 വിഷയങ്ങൾ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയ ഭേദഗതി 42ാം ഭേദഗതി ശരിയാണ്. സി ഓപ്ഷൻ ഇങ്ങനെയാണ്, മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും സ്വത്തവകാശം നീക്കം ചെയ്തത് 44ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. അതും ശരിയാണ്. ഉത്തരം ഓപ്ഷൻ ബി ആണ്. ബി, സി എന്നിവയാണ് ശരിയായിട്ടുള്ളത്. 31ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ സാധൂകരിക്കുക. 4 പ്രസ്താവന തന്നിട്ടുണ്ട്. ഒന്നാമത്തെ പ്രസ്താവന ഓപ്ഷൻ എ എന്ന് പറയുന്നത് ലോകസഭ ഒരു സ്ഥിരം സഭയാണ്. ഓപ്ഷൻ ബി, രാജ്യസഭയിലെ അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നത് FPTP അനുസരിച്ചാണ്. ഓപ്ഷൻ സി, ഇന്ത്യയിൽ ഇപ്പോൾ 543 ലോകസഭാ നിയോജക മണ്ഡലങ്ങളുണ്ട്. ഓപ്ഷൻ ഡി, രാജ്യസഭയുടെ നടപടികൾ നിയന്ത്രിക്കുന്നത് സ്പീക്കറാണ്. അപ്പോൾ ഈ പ്രസ്താവനകളിൽ തെറ്റ് ഏതെന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ ബി, എ, ബി, ഡി പ്രസ്താവനകൾ തെറ്റാണ്. എ, ബി, ഡി എന്നീ പ്രസ്താവനകളാണ് തെറ്റായിട്ടുള്ളത്. അടുത്ത 32ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ഹരിതഭവന പ്രഭാവത്തിന് കാരണമായ വാതകങ്ങളുടെ ശരിയായ ഓപ്ഷൻ ഏത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. കാർബൺ ഡൈ ഓക്സൈഡ്, മീഥേൻ, CFC, നൈട്രിക് ഓക്സൈഡ്. 33ാമത്തെ ചോദ്യം, IMA നടപ്പിലാക്കിയ ഹെൽപ്പിംഗ് ഹാൻഡ്സ് എന്ന പദ്ധതിയുടെ ലക്ഷ്യം എന്ത്? ഉത്തരം ഓപ്ഷൻ ബി, ഡോക്ടർമാർക്കും മെഡിക്കൽ വിദ്യാർത്ഥികൾക്കും ആത്മഹത്യാ പ്രതിരോധം നൽകുക. 34ാമത്തെ ചോദ്യം, 2024 പ്ലാനറ്റ് എർത്ത് പുരസ്കാര ജേതാവായ പ്രമുഖ പരിസ്ഥിതി ശാസ്ത്രജ്ഞനായ ഇന്ത്യക്കാരൻ. ഉത്തരം ഓപ്ഷൻ എ, ഡോക്ടർ S. ഫെയ്സി. 35ാമത്തെ ചോദ്യം, ജീവകം B12, ജീവകം B9 എന്നിവയുടെ അഭാവം മൂലം മനുഷ്യ ശരീരത്തിൽ എണ്ണത്തിൽ കുറവും എന്നാൽ വളരെ വലിപ്പം കൂടിയതുമായ ചുവന്ന രക്താണുക്കൾ രൂപപ്പെടുന്ന വിളർച്ചയുടെ ഒരവസ്ഥ ഉണ്ടാക്കുന്നു. ഈ രോഗാവസ്ഥയുടെ നാമം എന്ത്? ഉത്തരം ഓപ്ഷൻ സി, മെഗാലോബ്ലാസ്റ്റിക് അനീമിയ. 36ാമത്തെ ചോദ്യം, മലേറിയ രോഗകാരിയായ പ്ലാസ്മോഡിയം മനുഷ്യ ശരീരത്തിൽ പ്രവേശിച്ച ശേഷം ആദ്യം ഡാഷ് കോശങ്ങളിലെത്തി പ്രത്യുൽപാദനം നടത്തുകയും പിന്നീട് ചുവന്ന രക്താണുക്കളെ നശിപ്പിക്കുകയും ചെയ്യുന്നു. ഉത്തരം ഓപ്ഷൻ ഡി, കരളാണ്. മലേറിയ രോഗകാരിയായ പ്ലാസ്മോഡിയം മനുഷ്യ ശരീരത്തിൽ പ്രവേശിച്ച ശേഷം ആദ്യം കരളിലെ കോശങ്ങളിലെത്തി പ്രത്യുൽപാദനം നടത്തുകയും പിന്നീട് ചുവന്ന രക്താണുക്കളെ നശിപ്പിക്കുകയും ചെയ്യുന്നു. 37ാമത്തെ ചോദ്യം, ജിയുടെ വില ധ്രുവങ്ങളിലേക്കാൾ ഭൂമധ്യരേഖയിൽ കുറവാണ്. ഇതിന്റെ കാരണം എന്ത്? ഉത്തരം ഓപ്ഷൻ എ, ഭൂമിയുടെ ആകൃതി. 38ാമത്തെ ചോദ്യം, ISRO ഈയിടെ വിക്ഷേപിച്ച ഇൻസാറ്റ് 3DS ഏത് തരത്തിലുള്ള ഉപഗ്രഹമാണ്? ഉത്തരം ഓപ്ഷൻ ബി, കാലാവസ്ഥാ ഉപഗ്രഹം. 39ാമത്തെ ചോദ്യം, പ്രകാശവർഷം എന്നത് എന്തിന്റെ യൂണിറ്റ് ആണ്? ഉത്തരം ഓപ്ഷൻ ഡി, ദൂരം. 40ാമത്തെ ചോദ്യം, 1000 ജൂൾ പ്രവൃത്തി 2 സെക്കൻഡിൽ ചെയ്താൽ അവിടെ ഉപയോഗിക്കപ്പെട്ട പവർ എത്ര? ഉത്തരം ഓപ്ഷൻ ഡി, 500 വാട്ട്. 41ാമത്തെ ചോദ്യം, കാർബൺ ഡൈ ഓക്സൈഡ് വാതകത്തിന്റെ ക്രിട്ടിക്കൽ താപനില 30.98 ഡിഗ്രി സെൽഷ്യസ് ആണ്. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി, കാർബൺ ഡൈ ഓക്സൈഡ് വാതകത്തെ മർദ്ദം കൂട്ടിക്കൊടുത്ത് ദ്രാവകമാക്കി മാറ്റാൻ സാധിക്കുന്ന ഏറ്റവും താഴ്ന്ന ഊഷ്മാവ് 30.98 ഡിഗ്രി സെൽഷ്യസ് ആണ്. 42ാമത്തെ ചോദ്യം, പൊട്ടാസ്യം, മഗ്നീഷ്യം, അലൂമിനിയം, സിലിക്കൺ എന്നീ മൂലകങ്ങളുടെ ലോഹ സ്വഭാവത്തിന്റെ ശരിയായ ക്രമം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ, പൊട്ടാസ്യം, മഗ്നീഷ്യം, അലൂമിനിയം, സിലിക്കൺ. 43ാമത്തെ ചോദ്യം, ഇലക്ട്രിക് വാഹനങ്ങളുടെ ബാറ്ററി പ്രവർത്തനത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ലോഹം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി, ലിഥിയം. 44ാമത്തെ ചോദ്യം,
അറ്റോമിക നമ്പർ 31 മൂലകം ആവർത്തന പട്ടികയിൽ ഏത് പീരിയഡിലും ഗ്രൂപ്പിലുമാണ് ഉൾപ്പെടുന്നത്? ഉത്തരം ഓപ്ഷൻ സി, പീരീഡ് 4, ഗ്രൂപ്പ് 13. 45-ാമത്തെ ചോദ്യം, 2024 ഓസ്കാർ അവാർഡ് നേടിയ മികച്ച ചിത്രം ഏത്? ഉത്തരം ഓപ്ഷൻ ബി, ഓപ്പൺഹൈമർ. 46-ാമത്തെ ചോദ്യം, അവൻ ഇവൻ എന്നറിയുന്നതൊക്കെ ഓർത്താൽ അവനിയിൽ ആദിമമമായൊരാത്മരൂപം, അവനവനാത്മ സുഖത്തിനാചരിക്കുന്നവ അപരന സുഖത്തിനായി വരേണം. ശ്രീനാരായണ ഗുരുവിന്റെ ഈ വരികൾ ഏതു കൃതിയിലേതാണ്? ഉത്തരം ഓപ്ഷൻ ബി, ആത്മോപദേശ ശതകം. 47-ാമത്തെ ചോദ്യം, CN ശ്രീകണ്ഠൻ നായരുടെ രാമായണ നാടകങ്ങൾ ഏതെല്ലാം? ഓപ്ഷൻ ഇതൊക്കെയാണ്: 1 സാകേതം, 2 കലി, 3 ദൈവത്താർ, 4 ലങ്കാലക്ഷ്മി. ഇതിൽ CN ശ്രീകണ്ഠൻ നായരുടെ രാമായണ നാടകങ്ങൾ ഉത്തരം ഓപ്ഷൻ സി, 1, 4. 48-ാമത്തെ ചോദ്യം, കന്യാർകളി എന്ന കലാരൂപത്തിന് യോജിക്കുന്ന പ്രസ്താവനകൾ ഏതെല്ലാം? 3 പ്രസ്താവനകളാണ് തന്നിട്ടുള്ളത്. ഒന്നാമത്തെ പ്രസ്താവന പാലക്കാട് ജില്ലയിൽ മാത്രം പ്രചാരത്തിലുള്ളതാണ്. രണ്ടാമത്തെ പ്രസ്താവന മലമക്കളി, ദേശക്കളി എന്നീ പേരുകളിലും അറിയപ്പെടുന്നു. മൂന്നാമത്തെ പ്രസ്താവന ചിലപ്പതികാരത്തിലെ കണ്ണകി ദേവിയെ പ്രീതിപ്പെടുത്താനുള്ള കളിയാണിത്. ഉത്തരം ഓപ്ഷൻ സി, 1, 2, 3 ശരിയാണ്. കന്യാർകളിയെ സംബന്ധിച്ച ഈ 3 പ്രസ്താവനകളും ശരിയാണ്. 49-ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭാഷകളിലെ മികച്ച സാഹിത്യ സൃഷ്ടിക്ക് നൽകി വരുന്ന സരസ്വതി സമ്മാൻ പുരസ്കാരം ലഭിച്ചവർ ആരെല്ലാമാണ്? 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. 1 ആശാപൂർണ ദേവി, 2 ശരൺകുമാർ ലിംബാളെ, 3 പ്രഭാവർമ്മ, 4 എം ലീലാവതി. ഇതിൽ സരസ്വതി സമ്മാൻ പുരസ്കാരം ലഭിച്ച വ്യക്തികൾ ഉത്തരം ഓപ്ഷൻ ബി, 2ഉം 3ഉം, അതായത് ശരൺകുമാർ ലിംബാളെ, പ്രഭാവർമ്മ. 50-ാമത്തെ ചോദ്യം, കൂടുതൽ വേഗത്തിൽ, ഉയരത്തിൽ, കരുത്തോടെ, ഒന്നിച്ച് എന്ന മുദ്രാവാക്യം ഏത് കായിക മേളയുടേതാണ്? ഉത്തരം ഓപ്ഷൻ സി, ഒളിമ്പിക്സ്. അടുത്ത മാത്സ് ചോദ്യങ്ങളാണ്. 51-ാമത്തെ ചോദ്യം, 1ന്റെ ക്യൂബ് പ്ലസ് 2ന്റെ ക്യൂബ് പ്ലസ് 3ന്റെ ക്യൂബ് പ്ലസ് എക്സെട്ര പ്ലസ് 20ന്റെ ക്യൂബ് കാണുക. ഉത്തരം ഓപ്ഷൻ ഡി, 44,100. 52-ാമത്തെ ചോദ്യം, ഒരു ചതുരക്കട്ടയുടെ നീളവും വീതിയും ഉയരവും യഥാക്രമം 3:5:8 എന്ന അംശബന്ധത്തിലാണ്. അതിന്റെ ഉപരിതല വിസ്തീർണം 1422 സെന്റിമീറ്റർ സ്ക്വയർ ആയാൽ ചതുരക്കട്ടയുടെ ഉയരം എത്രയായിരിക്കും? ഉത്തരം ഓപ്ഷൻ ബി, 24. 53-ാമത്തെ ചോദ്യം, ഒരാൾ 18,000 രൂപ സാധാരണ പലിശ നിരക്കിൽ ബാങ്കിൽ നിക്ഷേപിക്കുന്നു. 5 വർഷത്തിന് ശേഷം 6,300 രൂപ പലിശ കിട്ടിയാൽ പലിശ നിരക്ക് എത്രയായിരിക്കും? ഉത്തരം ഓപ്ഷൻ ഡി, 7%. 54-ാമത്തെ ചോദ്യം, ഒരു യാത്രയിൽ കാർ ആദ്യത്തെ 3 മണിക്കൂർ സമയം 40 km/hലും ശേഷിക്കുന്ന 5 മണിക്കൂർ സമയം 48 km/h വേഗതയിലും സഞ്ചരിച്ചാൽ കാറിന്റെ ശരാശരി വേഗത എത്ര? ഉത്തരം ഓപ്ഷൻ ബി, 45 km/h. 55-ാമത്തെ ചോദ്യം, റാണി ഒരിടത്തു നിന്നും തെക്കോട്ട് 20 മീറ്റർ സഞ്ചരിച്ചതിനു ശേഷം വടക്കോട്ട് 30 മീറ്റർ സഞ്ചരിക്കുന്നു. പിന്നീട് കിഴക്ക് ദിശയിലേക്ക് തിരിഞ്ഞ് 10 മീറ്റർ സഞ്ചരിക്കുന്നു. വീണ്ടും വടക്കോട്ട് തിരിഞ്ഞ് 30 മീറ്റർ സഞ്ചരിച്ചിട്ട് കിഴക്കോട്ട് 20 മീറ്റർ സഞ്ചരിക്കുന്നു. എന്നാൽ യാത്ര തിരിച്ചിടത്തു നിന്ന് എത്ര അകലത്തിലാണ് റാണി ഇപ്പോൾ നിൽക്കുന്നത്? ഉത്തരം ഓപ്ഷൻ എ, 50 മീറ്റർ. 56-ാമത്തെ ചോദ്യം, ഒരു ക്ലോക്കിൽ 10:10 AM സമയം കാണിക്കുമ്പോൾ ആ ക്ലോക്കിലെ മണിക്കൂർ സൂചിക്കും മിനിറ്റ് സൂചിക്കും ഇടയിലുള്ള കോൺ എത്ര? ഉത്തരം ഓപ്ഷൻ സി, 115 ഡിഗ്രി. 57-ാമത്തെ ചോദ്യം, ക്വസ്റ്റ്യൻ ബോർഡിൽ എഴുതിയിട്ടുണ്ട്. √10 ഇൻറ്റു √2ന്റെ ക്യൂബ് ദി ഹോൾ സ്ക്വയർ ഇൻറ്റു √5ന്റെ ക്യൂബ് ദി ഹോൾ സ്ക്വയർ. ഉത്തരം എത്രയെന്നാണ്? ഉത്തരം ഓപ്ഷൻ സി, 100. 58-ാമത്തെ ചോദ്യം, 4 പുരുഷന്മാരും 8 സ്ത്രീകളും ചേർന്ന് 10 ദിവസം കൊണ്ട് ഒരു ജോലി പൂർത്തിയാക്കുന്നു. അതേ ജോലി പൂർത്തിയാക്കാൻ 3 പുരുഷന്മാർക്കും 7 സ്ത്രീകൾക്കും കൂടി 12 ദിവസം വേണ്ടിവരും. എങ്കിൽ 8 പുരുഷന്മാർ എത്ര ദിവസം കൊണ്ട് ആ ജോലി പൂർത്തിയാക്കും? ഉത്തരം ഓപ്ഷൻ ബി, 15 ദിവസം. 59-ാമത്തെ ചോദ്യം, ഒരു സമാന്തര ശ്രേണിയിലെ 7-ാം പദം 0, 27-ാം പദം 60 എങ്കിൽ 17-ാം പദം എത്ര? ഉത്തരം ഓപ്ഷൻ സി, 30. 60-ാമത്തെ ചോദ്യം, 9ന്റെ 26% പ്ലസ് 15ന്റെ 42% ഈസ് ഇക്വൽ ടു 27ന്റെ x% എങ്കിൽ എക്സിന്റെ വില കാണുക. ഉത്തരം ഓപ്ഷൻ എ, 32. അടുത്ത ഇംഗ്ലീഷ് ചോദ്യങ്ങളാണ്. 61-ാമത്തെ ചോദ്യം, വി ഡാഷ് ഓഫ് കോഫി സോ വി അഡ്ജസ്റ്റഡ് വിത്ത് ടീ. ഫ്രേസൽ വെർബ് എഴുതാനാണ്. ഉത്തരം ഓപ്ഷൻ സി, റൺ ഔട്ട്. വി റൺ ഔട്ട് ഓഫ് കോഫി സോ വി അഡ്ജസ്റ്റഡ് വിത്ത് ടീ.
62ാമത്തെ ചോദ്യം, ഡാഷ് യു മൈൻഡ് വെയിറ്റിംഗ് ഹിയർ ടിൽ ഐ റിട്ടേൺ? ഉത്തരം ഓപ്ഷൻ ഡി, വുഡ്. വുഡ് യു മൈൻഡ് വെയിറ്റിംഗ് ഹിയർ ടിൽ ഐ റിട്ടേൺ? 63ാമത്തെ ചോദ്യം, ഹി ഈസ് ഡാഷ് യൂറോപ്യൻ ടൂറിസ്റ്റ്? ആർട്ടിക്കിൾ എഴുതാനാണ്. ഉത്തരം ഓപ്ഷൻ ഡി, എ. ഹി ഈസ് എ യൂറോപ്യൻ ടൂറിസ്റ്റ്. 64ാമത്തെ ചോദ്യം, യെസ്റ്റർഡേ ഷാരോൺ ഡാഷ് ടു ദ സ്റ്റേഷൻ ടു മീറ്റ് അനു? ഉത്തരം ഓപ്ഷൻ എ, വെന്റ്. യെസ്റ്റർഡേ ഷാരോൺ വെന്റ് ടു ദ സ്റ്റേഷൻ ടു മീറ്റ് അനു. 65ാമത്തെ ചോദ്യം, മൈ ബർത്ത്ഡേ ഈസ് ഡാഷ് ഒക്ടോബർ 28. ഉത്തരം ഓപ്ഷൻ സി, ഓൺ ഒക്ടോബർ 28. 65 സി, ഓൺ ആണ് ആൻസർ. 66ാമത്തെ ചോദ്യം, ദ മീനിങ് ഓഫ് ദി വേർഡ് ഗാരുലസ്? ഉത്തരം ഓപ്ഷൻ സി, ടോക്കറ്റീവ്. 67ാമത്തെ ചോദ്യം, നെയ്തർ ഓഫ് us ഡാഷ് സ്വീറ്റ്സ്? ഉത്തരം ഓപ്ഷൻ സി, ലൈക്സ്. നെയ്തർ ഓഫ് us ലൈക്സ് സ്വീറ്റ്സ്. 68ാമത്തെ ചോദ്യം, കോൾട്ട് ഈസ് ദ യങ്ങർ വൺ ഓഫ്? ഉത്തരം ഓപ്ഷൻ ബി, ഹോഴ്സ്. ഹോഴ്സിന്റെ യങ്ങർ വൺ ആണ് കോൾട്ട്. 69ാമത്തെ ചോദ്യം, ദേ ഡിഡ് നോട്ട് കം ഡാഷ് ദ മീറ്റിംഗ് വാസ് ഹാഫ് ഓവർ? ഉത്തരം ഓപ്ഷൻ ബി, അൻഡിൽ. ദേ ഡിഡ് നോട്ട് കം അൻഡിൽ ദ മീറ്റിംഗ് വാസ് ഹാഫ് ഓവർ. 70ാമത്തെ ചോദ്യം, ഹി സ്റ്റിൽ ഡാഷ് ഇൻ ടച്ച് വിത്ത് മോസ്റ്റ് ഓഫ് ഹിസ് ഓൾഡ് സ്കൂൾ മേറ്റ്സ്? ഉത്തരം ഓപ്ഷൻ എ, കീപ്സ്. ഹി സ്റ്റിൽ കീപ്സ് ഇൻ ടച്ച് വിത്ത് മോസ്റ്റ് ഓഫ് ഹിസ് ഓൾഡ് സ്കൂൾ മേറ്റ്സ്. അടുത്തത് മലയാളം ചോദ്യങ്ങളാണ്. 71ാമത്തെ ചോദ്യം ചേർത്തെഴുതാനാണ് തന്നിരിക്കുന്നത്. ദുഹ പ്ലസ് ജനം ചേർത്തെഴുതുക. ഉത്തരം ഓപ്ഷൻ സി, ദുർജനം. ദുർജനം. അടുത്ത 72ാമത്തെ ചോദ്യം, ശരിയായ ജോഡി ഏത്? പര്യായ പദങ്ങളാണ് തന്നിട്ടുള്ളത്. ഇതിൽ ശരിയായ ജോഡി ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ, മുഖം. മുഖത്തിന് തന്നിട്ടുള്ളത് വദനം, ആനന്ദം. ഓപ്ഷൻ ബി, മഞ്ഞ്. മഞ്ഞിന് തന്നിട്ടുള്ളത് നീഹാരം, തുഷാരം. ഓപ്ഷൻ സി, തോഴൻ. തന്നിട്ടുള്ളത് ചങ്ങാതി, അനിലൻ. ഓപ്ഷൻ ഡി, വീഥി. വീഥിക്ക് തന്നിട്ടുള്ള പര്യായ പദങ്ങൾ വഴി, പദ. ഇതിൽ ശരിയായത് ഏതെന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ ബി, മഞ്ഞാണ്. മഞ്ഞിന്റെ പര്യായ പദങ്ങൾ തന്നെയാണ് നീഹാരം, തുഷാരം. 73ാമത്തെ ചോദ്യം, എതിർലിംഗം എഴുതുക. ഭൃത്യ. ഭൃത്യ എന്ന പദത്തിന്റെ എതിർലിംഗം. ഉത്തരം ഓപ്ഷൻ സി, ഭൃത്യൻ. 74ാമത്തെ ചോദ്യം, ദിഗ്വിജയം എന്ന പദത്തിനോട് യോജിക്കുന്നത് എഴുതുക. ഉത്തരം ഓപ്ഷൻ ഡി, ദിക്കുകളെ ജയിക്കൽ. 75ാമത്തെ ചോദ്യം പിരിച്ചെഴുതാനാണ്. അവൻ പിരിച്ചെഴുതുമ്പോൾ ഉത്തരം ഓപ്ഷൻ സി, ആ പ്ലസ് അൻ. 76ാമത്തെ ചോദ്യം, ശരിയായ പദം എഴുതുക. ഉത്തരം ഓപ്ഷൻ എ ആണ്. പദം ഇതാണ്, ആഖ്യാനം. ആഖ്യാനം എന്ന് എഴുതേണ്ടത് ഇങ്ങനെയാണ്, ഓപ്ഷൻ എ. അടുത്തത് 77ാമത്തെ ചോദ്യം, കാലദേശങ്ങൾക്കനുസരിച്ച് ജീവിക്കണം എന്ന സൂചന നൽകുന്ന പഴഞ്ചൊല്ലേത്? ഉത്തരം ഓപ്ഷൻ ഡി, നാടോടുമ്പോൾ നടുവേ ഓടണം. 78ാമത്തെ ചോദ്യം, എവരി പോട്ടർ പ്രൈസസ് ഹിസ് ഓൺ പോട്ട്? ശരിയായ പരിഭാഷ എന്ത്? ഉത്തരം ഓപ്ഷൻ ബി, കാക്കയ്ക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞ്. 79ാമത്തെ ചോദ്യം, വിപരീത പദം എഴുതുക. വിയോഗം എന്നാണ് പദം. ഉത്തരം ഓപ്ഷൻ എ, സംയോഗം. 80ാമത്തെ ചോദ്യം, ചുവടെ തന്നിരിക്കുന്നവയിൽ വിഹകം എന്നർത്ഥം വരുന്ന പദം ഏത്? ഉത്തരം ഓപ്ഷൻ ഡി, പക്ഷി. അത് സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. 81ാമത്തെ ചോദ്യം, 1973 ക്രിമിനൽ നടപടിക്രമം സെക്ഷൻ 164 പ്രകാരം ഒരു കുറ്റസമ്മത മൊഴി രേഖപ്പെടുത്താവുന്നത് എപ്പോൾ? ഉത്തരം ഓപ്ഷൻ ബി, അന്വേഷണത്തിനിടയിലോ അതിനുശേഷമോ, എന്നാൽ ഇൻക്വയറിയോ വിചാരണയോ ആരംഭിക്കുന്നതിന് മുൻപ്. 82ാമത്തെ ചോദ്യം, 3 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. ഇതിൽ ഏത് പ്രസ്താവനയാണ് ശരി എന്നാണ് ചോദ്യം. പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഒന്നാമത്തെ പ്രസ്താവന, FIR ഫയൽ ചെയ്യാനുള്ള കാലതാമസം പ്രോസിക്യൂഷൻ കേസ് പൂർണ്ണമായും തള്ളിക്കളയാവുന്ന ഒരു സാഹചര്യമല്ല. രണ്ടാമത്തെ പ്രസ്താവന, FIR ഫയൽ ചെയ്യാനുള്ള കാലതാമസം പ്രോസിക്യൂഷൻ കേസ് പൂർണ്ണമായും തള്ളിക്കളയാവുന്ന ഒരു സാഹചര്യമാണ്. മൂന്നാമത്തെ പ്രസ്താവന, FIR ഫയൽ ചെയ്യാനുള്ള അസാധാരണമായ കാലതാമസം FIR-ൽ തിരുത്തലുകൾ വരുത്തുവാൻ മതിയായ സമയം ലഭിച്ചുവെന്ന് സംശയിക്കുന്നതിനുള്ള നിയമപരമായ അടിസ്ഥാനം നൽകുന്ന ഒരു സാഹചര്യമാണ്. ഇതിൽ ശരി ഏത് എന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ സി ആണ്. 2ഉം 3ഉം ശരി, 1 തെറ്റ്. 2ഉം 3ഉം ശരിയാണ്, ഒന്നാമത്തെ പ്രസ്താവന തെറ്റാണ്. അടുത്ത 83ാമത്തെ ചോദ്യം, 1872 ഇന്ത്യൻ എവിഡൻസ് ആക്ടിലെ സെക്ഷൻ 27 പ്രയോഗത്തിന് താഴെ പറയുന്ന വ്യവസ്ഥകളിൽ ഏതാണ് അത്യന്താപേക്ഷിതം? 4 പ്രസ്താവന തന്നിട്ടുണ്ട്. ഒന്നാമത്തെ പ്രസ്താവന, വിവരം നൽകുന്ന വ്യക്തി പോലീസ് കസ്റ്റഡിയിലായിരിക്കണം. രണ്ടാമത്തെ പ്രസ്താവന, കുറ്റാരോപിതനായ വ്യക്തിക്ക് പുറമെ ഏതൊരാൾക്കും വിവരങ്ങൾ നൽകാം. മൂന്നാമത്തെ പ്രസ്താവന, നൽകിയ വിവരങ്ങൾ തുടർന്നുള്ള സംഭവങ്ങളാൽ സ്ഥിരീകരിക്കാനാവില്ല.
നാലാമത്തെ പ്രസ്താവന, വിവരം നൽകിയ വ്യക്തിയുടെ മേൽ ഏതെങ്കിലും കുറ്റം ചുമത്തിയിരിക്കണം. ഉത്തരം ഓപ്ഷൻ ഡി ആണ് 1ഉം 4ഉം. വിവരം നൽകുന്ന വ്യക്തി പോലീസ് കസ്റ്റഡിയിലായിരിക്കണം. നാലാമത്തെ പ്രസ്താവന, വിവരം നൽകിയ വ്യക്തിയുടെ മേൽ ഏതെങ്കിലും കുറ്റം ചുമത്തിയിരിക്കണം. അടുത്ത 84ാമത്തെ ചോദ്യം, കോടതി വ്യവഹാരങ്ങളിൽ വിദഗ്ധ സാക്ഷ്യം സ്വീകരിക്കുന്നതിന്റെ പ്രാഥമിക ലക്ഷ്യം എന്താണ്? ഉത്തരം ഓപ്ഷൻ ബി, സാങ്കേതിക കാര്യങ്ങളിൽ പക്ഷപാതരഹിതവും വൈദഗ്ധ്യവുമുള്ള അഭിപ്രായങ്ങൾ ജഡ്ജിക്ക് നൽകുന്നതിന്. 85ാമത്തെ ചോദ്യം, 2011 കേരള പോലീസ് ആക്ട് സെക്ഷൻ 29 പ്രതിപാദിക്കുന്ന വിഷയം ഏത്? ഉത്തരം ഓപ്ഷൻ സി, പോലീസ് ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റം. 86ാമത്തെ ചോദ്യം, താഴെ പറയുന്നതിൽ പോലീസ് സ്റ്റേഷനിൽ പൊതുജനങ്ങളുടെ അവകാശങ്ങളിൽ പെടാത്തത് ഏത്? ഓപ്ഷൻ പറയാം. ഓപ്ഷൻ എ, പോലീസ് സ്റ്റേഷനിൽ നിന്ന് നിയമാനുസൃത സേവനം ലഭിക്കുന്നതിന്. ഓപ്ഷൻ ബി, പൊതുജനങ്ങളിൽപ്പെട്ട സർക്കാർ ഉദ്യോഗസ്ഥരായ വ്യക്തികൾക്ക് പോലീസ് സ്റ്റേഷനിൽ മുൻഗണന നൽകുക. ഓപ്ഷൻ സി, ന്യായമായ നിയന്ത്രണങ്ങൾക്ക് വിധേയമായി പോലീസ് സ്റ്റേഷന്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥനെ കാണുവാനും കാര്യങ്ങൾ ബോധിപ്പിക്കുവാനുമുള്ള അവകാശം. ഓപ്ഷൻ ഡി, പരാതി നൽകിയതിനെ സംബന്ധിച്ച് കൈപ്പറ്റ രസീത് ലഭിക്കുവാനുള്ള അവകാശം. ഉത്തരം ഓപ്ഷൻ ബി ആണ്, പൊതുജനങ്ങളിൽ പ്പെട്ട സർക്കാർ ഉദ്യോഗസ്ഥരായ വ്യക്തികൾക്ക് പോലീസ് സ്റ്റേഷനിൽ മുൻഗണന നൽകുക. അതാണ് പൊതുജനങ്ങളുടെ അവകാശങ്ങളിൽ പെടാത്തത്. അടുത്തത് 87ാമത്തെ ചോദ്യം, 2011 കേരള പോലീസ് ആക്ടിൽ കമ്മ്യൂണിറ്റി സമ്പർക്ക സമിതിയിൽ അംഗങ്ങളാകുന്നതിൽ നിന്ന് വിലക്കിയിട്ടുള്ള വിഭാഗം ഏത്? ഓപ്ഷൻ ഇതൊക്കെയാണ്. ഓപ്ഷൻ എ, സ്ത്രീകൾ. ഓപ്ഷൻ ബി, രാഷ്ട്രീയ പാർട്ടിയിൽ അംഗങ്ങളായവർ. ഓപ്ഷൻ സി, അഴിമതി, സാൻമാർഗിക അധപ്പതനം, പെരുമാറ്റ ദൂഷ്യം എന്നീ കാരണങ്ങളാൽ ഉദ്യോഗത്തിൽ നിന്ന് നീക്കം ചെയ്തവർ. ഓപ്ഷൻ ഡി, ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർ. ഉത്തരം ഓപ്ഷൻ സി ആണ്, അഴിമതി, സാൻമാർഗിക അധപ്പതനം, പെരുമാറ്റ ദൂഷ്യം എന്നീ കാരണങ്ങളാൽ ഉദ്യോഗത്തിൽ നിന്ന് നീക്കം ചെയ്തവർ. 88ാമത്തെ ചോദ്യം, 1985 നർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് ആക്ടിലെ ഏത് വകുപ്പ് പ്രകാരമാണ് മുൻ ശിക്ഷയ്ക്ക് ശേഷമുള്ള കുറ്റകൃത്യങ്ങൾക്ക് വധശിക്ഷ നൽകുന്നത്? ഉത്തരം ഓപ്ഷൻ എ, സെക്ഷൻ 31A. 89ാമത്തെ ചോദ്യം, 1985 നർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് ആക്ട് പ്രകാരം ശിക്ഷാർഹമായ എല്ലാ കുറ്റങ്ങളും. ഉത്തരം ഓപ്ഷൻ സി, കൊഗ്നിസബിളും ജാമ്യം ലഭിക്കാത്തതുമാണ്. 90ാമത്തെ ചോദ്യം, 2012 ലൈംഗിക അതിക്രമങ്ങളിൽ നിന്നുള്ള കുട്ടികളുടെ സംരക്ഷണ നിയമം അനുസരിച്ച് ഒരു കുട്ടിയുടെ മേൽ ലൈംഗിക ആക്രമണം നടത്തിയാൽ താഴെ പറയുന്നവയിൽ ഏത് ശിക്ഷയാണ് നിർദ്ദേശിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ എ, പിഴയോടുകൂടി 5 വർഷം വരെ തടവ്. 3 മുതൽ 5 വർഷം വരെ തടവാണ് വരുന്നത്. അടുത്തത് 91ാമത്തെ ചോദ്യം, 2012 ലൈംഗിക അതിക്രമങ്ങളിൽ നിന്നുള്ള കുട്ടികളുടെ സംരക്ഷണ നിയമം അനുസരിച്ച് താഴെ പറയുന്നവയിൽ ഗൗരവകരമായ ലൈംഗിക ആക്രമണം അല്ലാത്തതേത്? ഓപ്ഷൻ ഇതൊക്കെയാണ്. ഓപ്ഷൻ എ, ഒന്നിലധികം തവണ കുട്ടിക്ക് നേരെയുള്ള ലൈംഗിക അതിക്രമം. ഓപ്ഷൻ ബി, 16 വയസ്സിന് താഴെയുള്ള ഒരു കുട്ടിക്ക് നേരെയുള്ള കടന്നുകയറ്റത്തിലൂടെയുള്ള ലൈംഗികാതിക്രമം. ഓപ്ഷൻ സി, ഒരു കുട്ടിക്ക് നേരെ സംഘം ചേർന്ന് കടന്നുകയറ്റത്തിലൂടെയുള്ള ലൈംഗികാതിക്രമം. ഓപ്ഷൻ ഡി, മുകളിൽ കൊടുത്തിരിക്കുന്നത് ഒന്നുമല്ല. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, മുകളിൽ കൊടുത്തിരിക്കുന്നത് ഒന്നുമല്ല. 92ാമത്തെ ചോദ്യം, 2000 വിവരസാങ്കേതിക നിയമപ്രകാരം ഡാറ്റ പരിരക്ഷിക്കുന്നതിൽ പരാജയപ്പെട്ടാൽ താഴെ പറയുന്നവരിൽ ആരാണ് നഷ്ടപരിഹാരം നൽകാൻ ബാധ്യസ്ഥരായിട്ടുള്ളത്? ഉത്തരം ഓപ്ഷൻ സി, സെൻസിറ്റീവ് സ്വഭാവമുള്ള വ്യക്തിഗത ഡാറ്റയോ വിവരങ്ങളോ കൈവശം വയ്ക്കുന്നതോ കൈകാര്യം ചെയ്യുന്നതോ ആയ ഏതൊരു കമ്പനിയും. 93ാമത്തെ ചോദ്യം, 2000 വിവരസാങ്കേതിക നിയമപ്രകാരം അശ്ലീലമായ വിഷയം ഇലക്ട്രോണിക് രൂപത്തിൽ പ്രസിദ്ധീകരിക്കുന്നതോ കൈമാറ്റം ചെയ്യുന്നതോ ആയ കുറ്റം താഴെ പറയുന്നവയിൽ ഏത്? ഉത്തരം ഓപ്ഷൻ ഡി, ലൈംഗികത പ്രകടമാക്കുന്ന പ്രവൃത്തിയോ പെരുമാറ്റമോ ഉൾക്കൊള്ളുന്ന വിഷയം. 94ാമത്തെ ചോദ്യം, 2005 വിവരാവകാശ നിയമപ്രകാരം താഴെ പറയുന്നവയിൽ ഏതെല്ലാം വിവരങ്ങളാണ് വെളിപ്പെടുത്തലിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടില്ലാത്തത്? ഉത്തരം ഓപ്ഷൻ എ ആണ്, ഒരു വ്യക്തിയുടെ ജീവിതത്തെയും സ്വാതന്ത്ര്യത്തെയും കുറിച്ചുള്ള വിവരങ്ങൾ. 95ാമത്തെ ചോദ്യം, വിവരാവകാശ നിയമം അനുസരിച്ച് മൂന്നാം കക്ഷിയാൽ നൽകപ്പെട്ടിട്ടുള്ളതും മൂന്നാം കക്ഷി രഹസ്യമായി കരുതുന്നതുമായി ബന്ധപ്പെട്ട് വിഷയത്തെ സംബന്ധിച്ച് വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച അപേക്ഷയിന്മേൽ ഡാഷ് ദിവസത്തിനകം മൂന്നാം കക്ഷിക്ക് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ നോട്ടീസ് നൽകേണ്ടതാണ്. ഉത്തരം ഓപ്ഷൻ ഡി, 5. 96ാമത്തെ ചോദ്യം, ഏത് സാഹചര്യത്തിലാണ് നിർദ്ദിഷ്ട പ്രായത്തിന് താഴെയുള്ള വ്യക്തികൾക്ക് അവരുടെ പ്രവർത്തികൾക്ക് ക്രിമിനൽ ഉത്തരവാദിത്തം ഇല്ലാത്തത്? ഉത്തരം ഓപ്ഷൻ ബി, ശൈശവം. 97ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ മാരകമായ മുറിവിന്റെ ഉദാഹരണമല്ലാത്തതേത്?
ഓപ്ഷൻ ഇതൊക്കെയാണ്. ഓപ്ഷൻ എ ഷണ്ടനാക്കുക, ഓപ്ഷൻ ബി അസ്ഥിയുടെ സ്ഥാനഭ്രംശം, ഓപ്ഷൻ സി സ്ഥിരമായ രൂപഭേദം, ഓപ്ഷൻ ഡി 15 ദിവസം കഠിനമായ ശാരീരിക വേദന അനുഭവിക്കേണ്ടി വരുന്ന മുറിവ്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 15 ദിവസം കഠിനമായ ശാരീരിക വേദന അനുഭവിക്കേണ്ടി വരുന്ന മുറിവ്. 98ാമത്തെ ചോദ്യം, താഴെ പറയുന്ന വകുപ്പുകളിൽ 2013 ക്രിമിനൽ ഭേദഗതി നിയമപ്രകാരം പുതുതായി കൊണ്ടുവന്ന കുറ്റകൃത്യങ്ങൾ ഏത്? ഒന്നാമത്തേത് IPC സെക്ഷൻ 370A, 2 IPC സെക്ഷൻ 376D, 3 IPC സെക്ഷൻ 354. ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഒന്ന് മാത്രം. IPC സെക്ഷൻ 370A ആണ് പുതുതായിട്ട് കൊണ്ടുവന്ന കുറ്റകൃത്യം എന്ന് പറയുന്നത്. 99ാമത്തെ ചോദ്യം, ഇസഡ് പണമുള്ള തന്റെ പേഴ്സ് താഴെ ഇടുന്നത് എ കാണുന്നു. എ പേഴ്സ് എടുക്കുന്നത് ഇസഡിന് പുനഃസ്ഥാപിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ്. എന്നാൽ പിന്നീട് അത് സ്വന്തം ഉപയോഗത്തിന് വിനിയോഗിക്കുന്നു. താഴെ പറയുന്ന എന്ത് കുറ്റകൃത്യമാണ് എ ചെയ്തിട്ടുള്ളത്? ഉത്തരം ഓപ്ഷൻ ബി, സ്വത്തിന്റെ സത്യസന്ധമല്ലാത്ത ദുരുപയോഗം. 100ാമത്തെ ചോദ്യം, നോൺ കോഗ്നിസബിൾ ആയിട്ടുള്ള ഒരു കുറ്റകൃത്യത്തിന് താഴെ പറയുന്നവയിൽ ഏതാണ് ബാധകം? ഉത്തരം ഓപ്ഷൻ സി ആണ്. മജിസ്ട്രേറ്റിന്റെ ഉത്തരവില്ലാതെ കുറ്റം അന്വേഷിക്കുകയോ വാറണ്ടില്ലാതെ പ്രതിയെ അറസ്റ്റ് ചെയ്യാനോ പാടുള്ളതല്ല. നമ്മൾ ഇന്ന് നടന്ന CPO ക്വസ്റ്റ്യന്റെ 100 ചോദ്യവും ഉത്തരവുമാണ് നോക്കിയത്. താങ്ക് യു.